ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമാ ചർച്ച നമ്മുടെ സ്വന്തം വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. അത് ഒരു ഒന്നൊന്നര തുടക്കമാണ് അല്ലേ? സിനിമ കണ്ടു വന്നു. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല പടം, അതെ, ഒരു കുഞ്ഞു പടം. വിസ്മയ്ക്ക് തുടങ്ങാൻ പറ്റിയ ഒരു പടം, ഒരു ഭയങ്കരമായിട്ടൊരു എക്സ്ട്രാ അങ്ങനെ ലാർജ് സ്കെയിൽ അങ്ങനത്തെ ഒരു പടം ഒന്നല്ല, ഒരു കുഞ്ഞു പടമാണ്. പക്ഷെ അതില് ആദ്യം മുതൽ അവസാനം വരെ എന്റർടൈനിങ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. കാരണം നമുക്ക് അറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയും ആ സംഭവമൊക്കെ മുന്നോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വിസ്മയുടെ മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മാർഷൽ ആർട്സിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ കഥയിൽ മാർഷൽ ആർട്സ് റിലവന്റ് ആവുന്നത്, അത് ഒരു പെർഫോമൻസ് ലെവലിലേക്ക് വരുമ്പോ അത് എങ്ങനെയാണ് എന്താ പറയാ വിസ്മയ അത് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഈ സിനിമയുടെ പ്രത്യേകത. അതൊരു കുഞ്ഞു സിനിമ എന്താ പറയാ, നമ്മളുടെ വീട്ടിലൊക്കെ വേണമെങ്കിൽ മീൻസ് നമ്മളെ ചുറ്റുപാടൊക്കെ നടന്നേക്കാവുന്ന ഒരു സിനിമ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തിനു പ്രിപ്പയർ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിനിമ. ഞാൻ ജൂഡൊക്കെ പോലെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ വരുമ്പോ ഒരു എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാം, അതൊക്കെ പഠിക്കുന്ന പോലെ എങ്ങനെ നമുക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം, അതൊക്കെയുള്ള ഒരു കുഞ്ഞു മെസ്സേജ് തരുന്ന ഒരു കുഞ്ഞു സിനിമ. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത മാതിരി ആദ്യ സിനിമയാണ് എന്റെ അഭിപ്രായമാണ് പറയുന്നത്. വിസ്മയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അപ് ടു എന്താ പറയാ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ വളരെ അങ്ങനെ വേണം പറയാനേ. നമ്മൾ മോഹൻലാലിന്റെ മകൾ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മോഹൻലാൽ കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് വെച്ചിട്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയാ, നമുക്ക് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയാൻ തോന്നും. പക്ഷേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലും മോഹൻലാൽ കാഴ്ചവെച്ച പെർഫോമൻസ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എല്ലാവരും ആദ്യത്തെ സിനിമയിൽ കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് പേടികള്, അതൊക്കെ തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഒരു തുടക്കക്കാരിയുടെ ഒരു പരിഭവവും നെർവസ്നെസ്സും മനസ്സിലാവുന്നുണ്ട്, വളരെ എവിഡന്റ് ആയിട്ട് കാണുന്ന ഒരു. പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മാനറിസവും നാച്ചുറായിട്ടൊക്കെ അത് എടുക്കാവുന്നതുമാണ്. പക്ഷെ അത് വെച്ച് നോക്കി പക്ഷെ നല്ല കാലിബർ ഉള്ള ഒരു ആക്ട്രസ് ആണ്. ഇപ്പോ പുള്ളിക്കാരി ചെയ്ത ഒരു ക്യാരക്ടറും ആ ഒരു പെർഫോമൻസും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അപ്പു സിനിമയിൽ വന്ന് ആദ്യമായിട്ട് പെർഫോം ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പോ അപ്പു ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ വരാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഒരുപാട് അപാകതകൾ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ആ സെൻസിൽ എടുത്താൽ മതി എന്ന് തോന്നുന്നു. അതായത് ഒരു തുടക്കക്കാരി, കാരണം എന്താ വെച്ചാല് ആ ഒരു ഇതൊക്കെ ആ ഒരു ഫൈറ്റിംഗ് പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആളാകെ മാറി. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അപ്പോഴത്തേക്ക് ആൾക്കാർ കോൺഫിഡൻസ് ഉണ്ട്. മാർഷൽ ആർട്സ് അത് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു രീതിയിലും അതിലൊരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ അയ്യോ അത് പോരായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛന്റെ മോളന്നെ അങ്ങനെ തോന്നിയൊരു സാധനം അവളുടെ ആ ഫൈറ്റില് അഭിനയവും നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലൈമാക്സ് സീൻ എത്തിയപ്പോഴേക്കും ആളുടെ പേടിയും കാര്യങ്ങളൊക്കെ കുറച്ച് മാറി, ക്യാമറയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വന്നിട്ടുണ്ടാവും. പക്ഷെ തുടക്കത്തിലൊക്കെ നമ്മള് ഈ പറയുന്ന നമ്മളിപ്പം ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടല്ലോ, ആ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന ആ ഒരു അതുണ്ട്. ഇതില് വിസ്മയ ചെയ്തിട്ടുള്ള മീനു എന്ന ക്യാരക്ടർ അല്ല ആക്ച്വലി. ആ ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% എനിക്ക് പറയാൻ പറ്റും. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് വിസ്മയാണ്. വിസ്മയ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഒരു പക്ഷേ ഈ ഇന്റർവ്യൂസും പുള്ളിക്കാരുടെ ആ ഒരു എന്താ പറയാ അത് മാനറിസം ഇതൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോ അങ്ങനെ ഫീൽ ചെയ്യില്ലായിരുന്നു. നമ്മളിപ്പോ അത് സ്റ്റേജിൽ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഒരു സിനിമയിൽ കാണുമ്പോൾ ഓക്കെ ദിസ് ഈസ് ഹെയർ നെർവസ്
നെർവസ്നെസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ പുള്ളിക്കാരി അങ്ങനെ തന്നെയാണ്. അതായത് ഓവറായിട്ടുള്ള ബോഡി മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങള്, അതായത് പിന്നെ പെർഫോം ചെയ്യുമ്പോൾ നെർവസ്നെസ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ അമച്ചുർ ആയിട്ട് ഉള്ള ആൾക്കാർ കാണിക്കുന്ന ചേഷ്ടകള്, പിന്നെ അതുപോലെ തന്നെ ക്യാമറ കോൺഷ്യസ് ആവുക, ക്യാമറ എവിടെ ഇരിക്കുന്നുള്ളത് കണ്ണില് നമുക്ക് ആ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കണ്ണില് മനസ്സിലാവും. അതായത് അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങോട്ട് നോക്കി ചെയ്യുകയാണെങ്കിലും സോ ഹീസ് കോൺഷ്യസ് അബൌട്ട് ദ ക്യാമറ. അപ്പൊ അങ്ങനെ ഒരു സംഭവം. പിന്നെ അതിന്റെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയും ആ ഒരു പരിചയമില്ലായ്മ, എക്സ്പീരിയൻസ് ഇല്ലായ്മ, അത് നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്ക് കുറച്ച് സീനുകൾ. അതാണ് എനിക്കും തോന്നാനുള്ളത്. അതൊരു ഫസ്റ്റ് ടൈം ഇല്ല ഒരാളിന്റെ ഒരു പ്രശ്നങ്ങള് ഒബ്വിയസ്ലി നമുക്ക് കാണാം. പക്ഷേ നമുക്ക് കാലിബർ ഉണ്ട് എന്ന് പുള്ളിക്കാരിയുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലോട് കൂടിയ പെർഫോമൻസ് കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു അച്ഛന്റെ മകളാവാൻ കാലിബർ ഉള്ള ഒരാളാണ് നമ്മുടെ കിളി പോകുന്നത് ശരിക്കും. ആക്ച്വലി തിയേറ്ററില് അതുവരെ അങ്ങനെ ഒന്നും തിയേറ്ററിൽ അങ്ങനെ ഒരു സൗണ്ടോ കാര്യം ഒന്നുമില്ലേ. പക്ഷെ ആ ഒരു സീക്വൻസോട് കൂടിയിട്ടുണ്ടല്ലോ, കയ്യടി വന്നു, ലൈക്ക് ഒരു എന്താ പറയാ, അതൊക്കെ വന്നു. ഈവൻ ലാലേട്ടനെ ഫസ്റ്റ് ടൈം കാണിച്ചപ്പോ പോലും അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഒന്നും എവിടെയും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ദാറ്റ് ആക്ഷൻ, ആ ഒരു ട്വിസ്റ്റോട് കൂടിയ സാധനം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്താ പറയാ, ആ ഒരു ഡയലോഗിന് കയ്യടി, ആ ഒരു ലൈക്ക് അതൊക്കെ വന്നായിരുന്നു. അതുപോലെ തന്നെ ആന്റണി ചേട്ടന്റെ മോൻ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ആശിഷ്. എന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ഡയലോഗ് ഇല്ല മനുഷ്യന്. അവസാനം അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു എക്സ്പ്രഷൻ കൊണ്ട് നമ്മള് എന്താ പറയാ വെറുപ്പിച്ച് കൈ തരും. ആ ക്യാരക്ടറിനോട് വെറുപ്പും അറപ്പും ദേഷ്യവും നമുക്ക് തോന്നിപ്പോ. ആ ബോഡി ലാംഗ്വേജിലും ആ നോട്ടത്തിലും നടത്തത്തിലും എല്ലാത്തിലും ആ സാധനം പിടിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പെർഫോം ചെയ്യുന്നറിയില്ല. പക്ഷെ ഈ ക്യാരക്ടറിനോട് 100% ആള് കറക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് കാസ്റ്റുമാണ്, മനസ്സിലായോ? കറക്റ്റ് കാസ്റ്റ് ആണ്. അയ്യോ അന്റെ എന്നുള്ളതിന്റെ സാധനം അവന് കൊടുക്കുന്ന ക്രെഡിറ്റ് ആണ്. കാരണം അവരത് ആ നമ്മളിൽ വരുത്തിപ്പിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അറപ്പും വെറുപ്പും ദേഷ്യവും തോന്നുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് ആ ഒരു നെഗറ്റീവ് റോൾ എടുത്ത് ചെയ്യാൻ അവൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് അച്ഛന് എന്താ പറയാ, കരിയർ വൈസ് ചെയ്യാൻ പറ്റാത്തത് മകൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് അശ്വിന്റെ ക്യാരക്ടറും നന്നായിട്ട്. സിനിമയെ പറ്റി പറയണെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞമാതിരി തന്നെ കൺഫ്യൂഷൻസും ഉണ്ടാവും. എന്തിനാണ് അങ്ങനെ, ചെറിയ ചെറിയ ഇവർക്ക് ഈ രണ്ട് കഥാപാത്രങ്ങള് അല്ലെങ്കിൽ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ആവാനായിട്ട് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം. പക്ഷെ എനിക്ക് അതില് തോന്നിയ ഒരു സാധനം, നമ്മളിപ്പോ നേരത്തെ വരുമ്പോ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അവരെ ആ ഒരു കുറച്ച് ഒരു 5 ആൾക്കാർ കൂടി വന്ന ഒരു 5 ആൾക്കാരിൽ ഒഴികെ വേറെ ഒരു ആൾക്കാർക്ക് ഒരു റിലവൻസ് ആയിട്ട് സത്യം പറഞ്ഞ ഇല്ല. പക്ഷേ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാര് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് യാതൊരു രീതിയിലും എഫേർട്ട് ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തട്ടിക്കൂട്ട് കാസ്റ്റ്, അതായത് തട്ടിക്കൂട്ട് കാസ്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ പറയുമ്പോ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മോഹൻലാലിന്റെ മകളുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് ഇതിന്റെ ഭാഗമാവണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു കാസ്റ്റിംഗില് പല രീതിയിലും കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. കാരണം ഒരു ആവശ്യമില്ലാത്ത ഈ കോമഡി ഉത്സവവും പറഞ്ഞ കോമഡി ചെയ്ത് നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റുകള് കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടിട്ട് വെറും ഒരു റിലവൻസ്. നമ്മളിപ്പം സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവരെ കാലിബർ നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ കാലിബറിനൊന്നും പറ്റാണ്ട് വേറൊരു പാസിംഗ് ത്രൂ റോൾ പോലത്തെ റോളുകളൊക്കെ അവര് ചെയ്തത് കണ്ടപ്പോ അവിടെ അങ്ങനെ ഒരു കാസ്റ്റിംഗ് റെലവന്റ് ആണോ, അത് വേണ്ടിയിരുന്നോ, അങ്ങനെ അതെ അവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്. ആൾക്കാരൊക്കെ വന്നോളൂ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയാ അങ്ങനെ തോന്നിട്ടോ. അത് മേ ബി മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല, നമുക്ക് തോന്നിയ കാര്യം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് തോന്നി. പൊതുവെ രണ്ടുപേർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവാറുണ്ട്. പറയാൻ
പറയാൻ വിഷമമുണ്ട്. പക്ഷെ എന്നാലും ജൂഡിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. 2018 എന്നുള്ള സിനിമയ്ക്ക് ശേഷം ആളുടെ ഒരു ക്രാഫ്റ്റ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും വീക്കായിട്ട് തോന്നിയ ഡയറക്ഷനാണ്. അതിനോട് ഞാൻ ഒരു പരിധി വരെ യോജിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് 2018 പോലെ ഒരു ക്രാഫ്റ്റ് കാണിക്കാൻ മാത്രം ഒന്നും ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ക്രാഫ്റ്റ് കാണിക്കാനോ ബ്രില്യൻസ് കാണിക്കാനോ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ല ഈ സിനിമ. ഇത് വളരെ നോർമലായിട്ട് പോകും. പക്ഷേ ഈ സിനിമയിൽ ഡിമാൻഡ് ചെയ്യുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ പോലും ജൂഡ് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ജൂഡ് ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് പ്രഷർ തലയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ലാലേട്ടന്റെ മോളുടെ ആദ്യത്തെ സിനിമ ഞാനാണ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ആ പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്തതെന്ന് തോന്നുന്നത് എന്താ പറയാ, വിസ്മയനെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അതിന്റെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആള് വിട്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അതായത് പലരുടെയും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ലെവൽ പെർഫോമൻസ്, പിന്നെ വളരെ അമച്വർ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വിസ്മയുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ഇടക്കണ്ടിട്ടിട്ട് ഈ വിസ്മയനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പാട്ടിന്റെ ഇടയിൽ അതുപോലും നോട്ടീസ് ചെയ്യാത്ത ലെവലില് ഓക്കെ ടേക്ക് പോവുക. പിന്നെ അതുപോലെ തന്നെ വിസ്മയുടെ തന്നെ പല പെർഫോമൻസുകളും ഭയങ്കര അമച്വറിഷ് ആയിട്ടുള്ള പെർഫോമൻസുകൾ പോലും അത് മൈന്യൂട്ട് കറക്ഷൻ. അതായത് നമ്മളിപ്പോ അവിടെ നിൽക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശ്രദ്ധിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ആക്ഷൻസ്. പിന്നെ വിസ്മയുടേതായിട്ടുള്ള കുറെ മാനറിസങ്ങൾ ഉണ്ട്. അത് കട്ട് ചെയ്തിട്ട് മീനു എന്ന ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ പറയാ, ഈവൻ അതിൽ സംസാരിക്കുന്ന ജേർണലിസ്റ്റുകൾ പോലും ഭയങ്കര മച്ചുവർ ആയിട്ടുള്ള രീതിയിൽ, അതായത് ആ ലെവലിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ അതെങ്ങനെ നമുക്ക് ഇത്രയും പ്രശ്നം തോന്നാനുള്ള ഒരു കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എടുത്തിട്ട് 2018 പോലെ വിസ്മയ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു 5-6 ക്യാരക്ടർ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ പെർഫോമൻസോ ബാക്കിയുള്ള സീനുകളിലോ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരൊക്കെ എന്തെങ്കിലും കാണിച്ചു പൊക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി തീർത്താൽ മതി എന്നുള്ള ഒരു സാധനം ആണോ എന്താണോന്ന് അറിയില്ല. എനിക്ക് ജൂഡ് എന്നുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു കഴിവ് ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ആ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ആ സിനിമ ഓവറോൾ നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതിനെ ഒരുപാട് പാളിച്ചകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അത് എന്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും, ചിലർക്ക് അത് മനസ്സിലാവില്ല എന്നും വരാം. എനിക്ക് കാരണം വെച്ചാൽ ഞാൻ ആ മനുഷ്യന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ ആടെ തകർന്നൊരു സിനിമയാണ് ഇത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ആ ഒരു കഥയും ആ കഥയിൽ ഉണ്ടാവുന്ന ഒരു ട്വിസ്റ്റും ടേണും ഒക്കെയാണ് ഈ സിനിമേനെ ഭംഗിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെയാണ് വിസ്മയുടെ ഒരു നല്ലൊരു തുടക്കമാണ്. ഡെഫിനറ്റ്ലി ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു നടിയായിട്ട് മാറാൻ. പക്ഷെ എന്താണെന്നറിയോ, നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ക്ലീശേ നടിയായിട്ട് മാറാൻ പറ്റില്ല. അതായത് നാളെ പൃഥ്വിരാജിന്റെ നടിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഒരു ഫാദവാസിന്റെ നടിയായിട്ടോ ഒരു നടി എന്നുള്ളൊരു ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ആ ടെംപ്ലേറ്റിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല വിസ്മയ. വിസ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവുന്ന കഥകൾ ഉണ്ടാവണം, വിസ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഉണ്ടാവണം. അങ്ങനെയാണ് ഈ വിസ്മയ എന്താ പറയാ നമ്മളെ മലയാള സിനിമയിൽ ഒരു മുതൽക്കൂട്ടായി മാറാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ ഒരു ടിപ്പിക്കൽ വിസ്മയാണ്. അത് ഷീസ് ഡിഫറെന്റ്. ആ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഉണ്ടാവണം. അതും അഭിനയ സാധ്യത, റൈറ്റിംഗ്, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവണം. പണ്ടൊരു കാലത്ത് മഞ്ജു വാര്യറിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ലേ കന്മദം, അങ്ങനത്തെ ഒക്കെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ അതുപോലെയുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ജനിച്ച് അത് ഉണ്ടാവണം. അല്ലാണ്ട് ഒരു സാധാരണ ഒരു എന്താ പറയാ ഒരു നടന്റെ നായിക എന്നുള്ള ഒരു ടെംപ്ലേറ്റിലേക്ക് ഒതുങ്ങാൻ ഫിറ്റ് ആവില്ല. പുള്ളിയുടെ കാലിബർ അതല്ല. പക്ഷേ നമ്മൾ ഈ കാണുന്ന പോലും ഹൈലി ഫ്ലെക്സിബിൾ. ആ ഫൈറ്റ് സീക്വൻസ് നമുക്ക് നായിക സങ്കല്പത്തിന് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷീസ് വെരി ഫ്ലെക്സിബിൾ. ആ ഫൈറ്റ് ഒന്നും എന്താ പറയാ ഏച്ച് കിട്ടിയാൽ മുളച്ചിരിക്കുന്ന പോലെ ഒന്നല്ല. ആളുടെ പോസ്റ്ററിലായിക്കോട്ടെ മൂവ്മെന്റ്സിലായിക്കോട്ടെ ഷീസ് എ ഫൈറ്റർ. അത് ആ മാർഷൽ ആർട്സ് അത്രയധികം പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ 100% അതിനോട് കമ്മിറ്റ്മെന്റ് പുലർത്തിയിട്ടുണ്ട്. അത് കൺവിൻസിങ് ആണ്. എനിവേ ഞങ്ങൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് കണക്ട് ആയി. നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു.
അതെ ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ്. അതെ നിങ്ങളും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കുക. കാരണം നമുക്ക് ഈ സിനിമയിൽ പോരായ്മയും ഫീൽ ചെയ്തിട്ടുണ്ട്, നല്ലതും ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ. എന്ന് കരുതിയിട്ട് പോരായ്മ ഉള്ളത് കൊണ്ട് നല്ലത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല, സിനിമയല്ല, നിരാശപ്പെടുത്തുന്നില്ല. കാരണം സിനിമയുടെ കഥയിലൂടെ സഞ്ചരിക്കാം. നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമേ ഇല്ല. ഫുള്ളി എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണ്. അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. അതാണ് നല്ലൊരു തുടക്കം. കൺഗ്രാറ്റുലേഷൻ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് വിസ്മയ ആൻഡ് ആശിഷ് ഓൾസോ. ആശിഷ് ഇനിയും ഇതുപോലുള്ള കാരണം ഇനിയിപ്പോ ലൂസിഫറിൽ അതിലുണ്ടാവുമല്ലോ, തേർഡ് പാർട്ടിൽ ഉണ്ടാവുമല്ലോ, ഇനിയും നമുക്ക് കാണാൻ പറ്റും. എനിവേ ഓൾ ദ ബെസ്റ്റ്. ഇനിയും വീണ്ടും ഒരു സിനിമ സംസാരവുമായി വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.